നമസ്കാരം. ധർമ്മസ്ഥലയുടെ പുണ്യഭൂമിയെ ചോരക്കളമാക്കി മാറ്റിയെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ കള്ളക്കഥകൾ മെനഞ്ഞ ന്യൂസ് മിനിറ്റ് അടക്കമുള്ള മാധ്യമങ്ങളുടെ തനിനിറമൊടുവിൽ ജനത്തിനു മുന്നിൽ പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രത്തെയും കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രത്തെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ ലക്ഷ്യമിട്ട് നടന്ന ഈ നീചമായ കുപ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ BJP നേതാക്കളും ഹൈന്ദവ സംഘടനകളും ശക്തമായ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ വാർത്തയെന്ന് ആഘോഷമാക്കിയിരുന്നു. അർജുൻ കേസിൽ അരുൺകുമാർ രൂക്ഷമായി വിമർശിച്ചത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഒരു നിമിഷം പോലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ അർഹതയില്ലെന്ന വികാരം തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിലും ശക്തമായി രൂപപ്പെടുന്നത്. ധർമ്മസ്ഥലയെ അപകീർത്തിയുടെ കറുത്ത നിഴലാക്കാൻ കാരണമായത് യാതൊരുവിധ അടിത്തറയുമില്ലാത്ത ചില നുണക്കഥകളായിരുന്നു. ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ചിന്നയ്യ എന്ന വ്യക്തി നടത്തിയ അടിസ്ഥാനരഹിതമായ വെളിപ്പെടുത്തലുകളാണ് ഈ മാധ്യമങ്ങൾ കൊഴിപ്പിച്ച് വാർത്തകളാക്കിയത്. ധർമ്മസ്ഥല ക്ഷേത്രവളപ്പിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന തികഞ്ഞ അസംഭവ്യമായ ഒരു കഥയാണ് ഇവർ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. യാതൊരുവിധ പരിശോധനകളോ ഉത്തരവാദിത്വമോ കാണിക്കാതെ ഒരു കൊലപാതക പരമ്പരയുടെ ഭീകരമുഖം ക്ഷേത്രത്തിന്മേൽ ചാർത്തി കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു. ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് റേറ്റിംഗും വ്യൂവേഴ്സും കൂട്ടുക മാത്രമായിരുന്നു ഇതിന് പിന്നിലെ ഏക ലക്ഷ്യം. ഭാരതത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ സവിശേഷ സ്ഥാനമുള്ള ധർമ്മസ്ഥല ക്ഷേത്രം ജാതിമത ഭേദമന്യേ ഏവരും ആദരിക്കുന്ന ഒരു പുണ്യ സങ്കേതമാണ്. 800-ലധികം വർഷത്തെ ചരിത്രമുള്ള ഈ പവിത്രമായ സ്ഥലത്തേക്ക് ദിനംപ്രതി 10,000-കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുന്നത്. വിശ്വാസികൾക്ക് ആശ്വാസമാകുന്നതിനോടൊപ്പം തന്നെ അന്നദാനത്തിന്റെ മഹനീയമായ മാതൃകയും ഈ ക്ഷേത്രം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദിവസേന 30,000-ഓളം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഈ മഹാക്ഷേത്രത്തെയും അതിന്റെ ഭരണാധികാരികളെയും തകർക്കാൻ ലക്ഷ്യമിട്ട് ചില സ്ഥാപിത താൽപര്യക്കാരായ മാധ്യമങ്ങൾ നടത്തിയ നീക്കങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ വ്യാജ വാർത്തകൾ നിർമ്മിച്ച് സമൂഹത്തിൽ ഭീതിയും അശാന്തിയും വിതയ്ക്കുക എന്ന ലക്ഷ്യമാണ് ന്യൂസ് മിനിറ്റ് ഇതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. വ്യാജ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെ വിവിധ ഭാഗങ്ങളിൽ അതീവ ഗൗരവത്തോടെയുള്ള പരിശോധനകളാണ് നടത്തിയത്. ബംഗ്ലാഗുഡൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണു നീക്കി നടത്തിയ വിശദമായ തെരച്ചിലിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ പിന്നീട് ശാസ്ത്രീയ പരിശോധനകളിലൂടെ പുറത്തുവരികയും ചെയ്തു. ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടത്തിയ കർശനമായ DNA പരിശോധനകളിലൂടെ ഈ അസ്ഥികൂടങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടേതല്ല എന്ന് സ്പഷ്ടമായി തെളിഞ്ഞു. കണ്ടെടുത്ത 3 അസ്ഥികൂടങ്ങളിൽ 2 എണ്ണം വയോധികരുടെയും 1 എണ്ണം 27 വയസ്സുകാരൻ്റെതുമാണെന്ന് ഫോറൻസിക് ഫലം വ്യക്തമാക്കി. അസ്ഥികൂടങ്ങൾക്കൊപ്പം ലഭിച്ച തിരിച്ചറിയൽ കാർഡുകൾ വഴി ബന്ധുക്കളെ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചു. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ പോർട്ടലുകളും തങ്ങളുടെ കടമ മറന്ന് വ്യാജ നിർമ്മിതികളുടെ ഫാക്ടറികളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ട അടിസ്ഥാന മര്യാദ പോലും ന്യൂസ് മിനിറ്റ് കാണിച്ചില്ല. ആയിരക്കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടുവെന്ന നുണ ആവർത്തിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. തങ്ങൾ പ്രചരിപ്പിച്ചത് അച്ചട്ടായ നുണയാണെന്ന് തെളിഞ്ഞിട്ടും തെറ്റുതിരുത്താനോ സമൂഹത്തോട് മാപ്പ് പറയാനോ പോലും തയ്യാറാകാത്ത ധാർഷ്ട്യമാണ് ഈ മാധ്യമങ്ങൾ കാണിച്ചത്. ഇത് മാധ്യമ പ്രവർത്തന രംഗത്തിന്മേൽ പതിച്ച കറുത്ത പാടായി അവശേഷിക്കുന്നു. ക്ഷേത്രത്തിന്റെ ധർമാധികാരിയായ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഗഡെയും അദ്ദേഹത്തിന്റെ കുടുംബവും സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഗ്രാമീണ സ്വയം പര്യാപ്തത പദ്ധതികൾ തുടങ്ങി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിയാണ് വീരേന്ദ്ര ഹെഗ്ഗഡു. അത്തരത്തിലുള്ള ഒരു ഉന്നത വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വ്യക്തിപരമായി കടന്നാക്രമിക്കാനും അധിക്ഷേപിക്കാനുമാണ് ന്യൂസ് മിനിറ്റ് തങ്ങളുടെ വാർത്തകളിലൂടെ ശ്രമിച്ചത്. ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മീയ ആചാര്യന്മാരെയും സ്ഥാപനങ്ങളെയും ബോധപൂർവം തേജോവധം ചെയ്യുക എന്ന ഹിഡൻ അജണ്ടയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാണ്. സമൂഹത്തിൽ മതപരമായ സ്പർദ്ധ വളർത്താനും ഹിന്ദു വിശ്വാസങ്ങളെ മനഃപൂർവ്വം വ്രണപ്പെടുത്താനും ശ്രമിച്ച ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം മാപ്പ് പറഞ്ഞ് തടിയൂരാവുന്ന ലളിതമായ തെറ്റല്ല ഇവർ ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ ചവിട്ടിമെതിക്കുകയും ക്ഷേത്രത്തിന്റെ സൽപ്പേര് അന്താരാഷ്ട്ര തലത്തിൽ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനം ഉടൻ നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാണ്.
നിയമത്തിന്റെ കർശനമായ കൈകൾ ഇവർക്കെതിരെ ഉയരുക തന്നെ വേണം. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പവിത്രതയെ തകർക്കാനും ഹൈന്ദവ വിശ്വാസങ്ങളെ സമൂഹ മധ്യത്തിൽ അപഹാസ്യമാക്കാനും ലക്ഷ്യമിട്ടിറങ്ങേറിയ ഗൂഢനീക്കങ്ങൾ കേവലം യാദൃച്ഛികമല്ലെന്നും കാലാകാലങ്ങളായി നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങൾക്കും സനാതന മൂല്യങ്ങൾക്കുമെതിരെ നടക്കുന്ന ആസൂത്രിതമായ ഹൈന്ദവ വിരുദ്ധ അജണ്ടകളുടെ തുടർച്ചയാണെന്നുമുള്ള യാഥാർത്ഥ്യമെന്ന് ഏവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആത്മീയ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും നിരന്തരം വേട്ടയാടുക എന്ന ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന ഈ ലോബികളുടെ ഇടപെടലുകളാണ് ഈ വിവാദത്തിലൂടെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഹൈന്ദവ ബിംബങ്ങളെ തകർക്കുക വഴി സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനും അതുവഴി തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ചില മാധ്യമങ്ങളും വ്യക്തികളും നടത്തുന്ന കുത്സിതമായ ശ്രമങ്ങളെ ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത്തരം വ്യാജ വാർത്തകളും കുപ്രചാരണങ്ങളും കൊട്ടിയാഘോഷിക്കുമ്പോൾ യാതൊരുവിധ യാഥാർത്ഥ്യം എന്താണെന്നോ വസ്തുത എന്താണെന്നോ അന്വേഷിക്കാൻ നിൽക്കാതെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളുമായി പരസ്യമായി രംഗത്ത് വന്ന പ്രകാശ് രാജ് പോലെയുള്ളവരുടെ ഇടപെടലുകൾ ഈ വിഷയത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ്. സമൂഹത്തിൽ തങ്ങൾക്കുള്ള സ്വാധീനവും പ്രശസ്തിയും ഉപയോഗിച്ച് ഔദ്യോഗിക അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പോലും വരാൻ കാത്തു നിൽക്കാതെ ധർമ്മസ്ഥലയ്ക്കും അവിടുത്തെ ആചാര്യന്മാർക്കുമെതിരെ വിഷം തുപ്പിയ പ്രകാശ് രാജിന്റെ പ്രസ്താവനകൾ ഹൈന്ദവ സമൂഹത്തോടുള്ള കടുത്ത വെല്ലുവിളിയായിരുന്നു. ഏതൊരു വിഷയത്തിലും ഹൈന്ദവ സ്ഥാപനങ്ങൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുമ്പോൾ മാത്രം ആവേശത്തോടെ ചാടി വീഴുകയും വ്യാജവാർത്തകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഇത്തരം സാംസ്കാരിക പ്രവർത്തകരുടെയും ചലച്ചിത്ര താരങ്ങളുടെയും ഇരട്ടത്താപ്പ് കേരളത്തിലും കർണാടകത്തിലും അടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷവും തങ്ങളുടെ മുൻകാല നിലപാടുകളിൽ ഉറച്ചുനിന്ന് ഹൈന്ദവ വിരുദ്ധ വികാരം ഇളക്കിവിടാൻ ശ്രമിച്ച് ഇവർ സമൂഹത്തോട് മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല എന്നത് ഇവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ചരിത്രപരമായി നോക്കിയാൽ കർണാടകത്തിലും ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ആശ്രമങ്ങളെയും ലക്ഷ്യമിട്ട് ഇത്തരം ആസൂത്രിത നീക്കങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെയും മറ്റ് അധിനിവേശ ശക്തികളുടെയും കാലം മുതൽ തുടങ്ങി ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ യുഗം വരെയും ഹൈന്ദവ പൈതൃകത്തെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ വിവിധ രൂപങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ആയുധങ്ങൾ കൊണ്ടാണ് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് എങ്കിൽ ഇന്ന് അത് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പണം കൊയ്യുന്ന ഓൺലൈൻ ചാനലുകളുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. റിപ്പോർട്ടർ, ദ ന്യൂസ് മിനിറ്റ് പോലുള്ള മാധ്യമങ്ങൾ ധർമ്മസ്ഥലത്തെക്കുറിച്ച് മെനഞ്ഞെടുത്ത ഓരോ കഥയും പരിശോധിച്ചാൽ മനസ്സിലാകും അതിന് പിന്നിൽ എത്രത്തോളം വലിയ മാനസികാവസ്ഥയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ദിവസേന 10,000-കണക്കിന് പാവങ്ങൾക്ക് അന്നദാനം നൽകുകയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു മഹാസ്ഥാപനത്തിന്റെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത് ഹൈന്ദവ സമൂഹത്തിന്റെ മേൽ ഏൽപ്പിച്ച ഏറ്റവും വലിയ മുറിവാണ്. ഈ പശ്ചാത്തലത്തിൽ ഹൈന്ദവ സമൂഹത്തിനെതിരെ നിരന്തരം നടക്കുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. കേവലം ഒരു വാർത്തയോ വിവാദമോ എന്നതിലുപരി സനാതനധർമ്മത്തിന്റെ അടിത്തറ തോണ്ടാൻ ശ്രമിക്കുന്ന വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഓരോ ഹിന്ദുവും തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ നിയമ പോരാട്ടവും സാമൂഹിക പ്രതിരോധങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട്. പ്രകാശ് രാജിനെ പോലെയുള്ള വ്യക്തികളുടെയും ഇത് ന്യൂസ് മിനിറ്റ് പോലുള്ള മാധ്യമങ്ങളുടെയും ജനവിരുദ്ധവും ഹൈന്ദവ വിരുദ്ധവുമായ നിലപാടുകളെ തുറന്നുകാട്ടാനും ധർമ്മസ്ഥലയുടെ യശസ് സംരക്ഷിക്കാനും രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ സംഘടനകൾ ഒരുപോലെ കൈകോർക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്തപക്ഷം വരും തലമുറകൾക്ക് മുന്നിൽ നമ്മുടെ പൈതൃകവും വിശ്വാസവും വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുകയും ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിനാൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ ഉറപ്പാക്കാൻ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ധർമ്മസ്ഥല വിഷയത്തിൽ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ തുറന്നു കാട്ടുന്നതിൽ BJP നേതാക്കൾ മുഖ്യ പങ്കാണ് വഹിച്ചത്. ഹൈന്ദവ ബിംബങ്ങളെയും ആരാധനാലയങ്ങളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യാജ വാർത്തകൾ മെനയുന്ന മാധ്യമങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലും കർണാടകത്തിലും മറ്റു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് BJP നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സത്യാവസ്ഥയെ മൂടിവെച്ച് നുണകൾ മാത്രം ആവർത്തിക്കുന്ന ഇത്തരം മാധ്യമങ്ങളുടെ കുതന്ത്രങ്ങളെ ജനങ്ങൾ രാഷ്ട്രീയമായും സാമൂഹികമായും ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മിനിറ്റുകൾക്കകം കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം വളരെയധികം വലുതാണ്. എന്നാൽ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനും റീച്ചും വ്യൂവേഴ്സും വർദ്ധിപ്പിക്കാനും വേണ്ടി മാത്രം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് വലിയൊരു സാമൂഹിക പ്രത്യാഘാതത്തിന് ഇടയാക്കുകയും ചെയ്യും.
ധർമ്മസ്ഥല സംഭവത്തിൽ മാധ്യമങ്ങൾ കാണിച്ച അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം മാധ്യമ ലോകത്തിനാകെ അപമാനമാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെ തകർക്കാനും വ്യാജ വാർത്തകളിലൂടെ സമൂഹത്തിൽ ഭീതിയും അവിശ്വാസവും പരത്താനും ശ്രമിച്ച മാധ്യമങ്ങളുടെ ഗൂഢനീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. SIT അന്വേഷണത്തിലും ശാസ്ത്രീയ പരിശോധനകളിലും നുണക്കഥകൾ ഓരോന്നായി പൊളിഞ്ഞു വീണിട്ടും മാധ്യമ ധാർമ്മികത പാലിക്കാൻ തയ്യാറാകാത്ത ഈ ഓൺലൈൻ ചാനലിനെതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെയും ശക്തമായ സർക്കാർ നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെയും പൈതൃകങ്ങളെയും സംരക്ഷിക്കാനും ഇത്തരം മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളെ നിയമപരമായും ജനകീയമായും നേരിടാനും ജനങ്ങൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.